ഹായ്, ഐ എം നറ്റാഷ. ഞാൻ യു.കെയിൽ ഒരു സീനിയർ ഫൈനാൻസ് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതൊരു MBA ഡിഗ്രി വെച്ചിട്ട്. സോ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ജോലി കിട്ടിയത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നാട്ടിലെ ആളുകൾ ചോദിക്കും ഒരു BBAയോ MBAയോ അല്ലെങ്കിൽ ഒരു MSc BSc ഒക്കെ പഠിച്ച ഒരാൾക്ക് ഇവിടെ ജോലി കിട്ടാൻ എളുപ്പമാണോ, ജോലി കിട്ടുമോ, ഇംഗ്ലീഷുകാർക്ക് മാത്രമല്ലേ ജോലി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ വേണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ചോദിക്കാറുണ്ട്. മൈ വൺ വേർഡ് ആൻസർ ഈസ് നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങളൊരു ഹാർഡ് വർക്കർ ആണെങ്കിൽ. സോ നിങ്ങളൊരു ഹാർഡ് വർക്കർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സോ ഓൾറെഡി UK-യിലുള്ള ആളുകൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ, നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾസ് കിട്ടാറുണ്ടോ? ദാറ്റ്സ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. സോ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, യൂസ് ദ സെയിം മെത്തേഡ്. ഇനി ഇന്റർവ്യൂ കോൾസ് കിട്ടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ഇന്റർവ്യൂസ് കിട്ടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനെ ഇന്റർവ്യൂ കോൾസ് കിട്ടാൻ പറ്റും അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി CV അടിപൊളിയായിരിക്കണം, ഫോംസ് ഫില്ല് ചെയ്യണം. എങ്ങനെ CVയും ഫോംസും ഉണ്ടാക്കാം? CV ഫോംസ് ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട്. ChatGPT AI ഒക്കെ അങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കുമല്ലേ. സോ വെരി ലക്കി ടൈമാണ്. കാരണം പല ഇൻഡസ്ട്രീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും കമ്പനീസും ഒന്നും AI വെച്ചുണ്ടാക്കുന്ന ഫോംസിനെയോ CVനെയോ ഒന്നും ഡിറ്റക്ട് ചെയ്യാനുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇതുവരെ. സോ നമുക്കൊരു ചെറിയൊരു സ്പാൻ ഉണ്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. സോ യൂസ് ദിസ് ടൈം മാക്സിമം. നല്ല അടിപൊളിയായിട്ട് ലിങ്ക്ഡിനിലും ഇൻഡിഡിലും ഒക്കെ കയറി സെർച്ച് ചെയ്തിട്ട് കീവേഡ്സ് കണ്ടുപിടിക്കുക. അത് നിങ്ങളുടെ CV ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫൈനാൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പം അഗ്രിസോയോ അല്ലെങ്കിൽ പീപ്പിൾ ആൻഡ് മണി, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ആണോ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കി അതിന്റെ ഒരു 2-3 യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് തിയറിറ്റിക്കൽ നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് CVയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം കമ്പനീസ് AI വെച്ചിട്ട് അത് ഫിൽട്ടർ ചെയ്യുമ്പോൾ ആ വേർഡ് വെച്ചിട്ടായിരിക്കും ഫിൽട്ടർ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അവരുടെ സിസ്റ്റത്തിൽ കയറും, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ജോബ് ഇന്റർവ്യൂസ് എങ്കിലും കിട്ടും. പിന്നെ രണ്ടാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫോംസ് ഫില്ല് ചെയ്യാനുള്ള ജോബ്സ് നോക്കുക. അപ്പൊ നമ്മൾ ഈസി അപ്ലൈയിങ് അല്ല, ലിങ്ക്ഡിനിലും ഇൻഡീഡിലും ഒക്കെ ഓക്കെ ഈസി അപ്ലൈയിങ് അപ്ലൈ എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ ഫോംസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ ഉള്ള ഫോം ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് ആ ഫോംസ് ഉണ്ടാക്കുക. വളരെ കുറച്ച് ആളുകളെ അത്രയും മെനക്കെടുത്തുള്ളൂ. ശരിക്കും ജോലി വേണ്ട ആളുകൾ മാത്രമാണ് ആ പരിപാടിക്ക് നിൽക്കത്തുള്ളൂ. സോ അത് നോക്കുക. അങ്ങനെയുള്ള ഫോംസ് കഷ്ടപ്പെട്ടിരുന്ന് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അതായത് വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും ജോലിക്ക് അപ്ലൈ ചെയ്യുള്ളൂ. സോ നിങ്ങൾക്ക് ആ ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഈ 2 ടെക്നിക്സ് യൂസ് ചെയ്ത് നോക്കുക ഇന്റർവ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അടുത്ത വീഡിയോയിൽ പറയാം.